വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ഒരു മണി സമയം വരെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന് ഖത്തറിലെത്തിയിരിക്കുന്ന നമ്മുടെ പാർട്ടി ടീമിന് നല്ലൊരു കാര്യം എടുക്കട്ടെ. വെൽക്കം ചെയ്യാണ്. മലയാള സിനിമ അല്ലെങ്കിൽ ഒരു പീക്ക് ടൈം മേക്കിംഗ്, മലയാള സിനിമ അങ്ങനെ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് തന്നെ മറ്റൊരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി എത്തിയിരിക്കുകയാണ്. ദാറ്റ് ഈസ് ബൾട്ടി. നല്ലൊരു സൗദിയൊക്കെ കഴിഞ്ഞ് ഖത്തറിലേക്ക് എത്തിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വെൽക്കം ടു ഖത്തർ. നമ്മൾ ഈ ഒരു ചെറിയൊരു പ്രസ് കോൺഫറൻസിലേക്ക് പോകണം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻവൈറ്റ് ഈ ഒരു ഇവന്റ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന സ്കൈ മീഡിയയുടെ മാനേജിംഗ് ഡയറക്ടർ പ്രേം സിംഗ്. പ്രേം സിംഗിന്റെ കൂടെ തന്നെ മാനേജിംഗ് പാർട്ണർ ദാറ്റ് ഈസ് മിസ്റ്റർ നിസാം. നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഹീറോയിൽ തന്നെയാണ്. And this is a milestone film in his career because this is the 25th film of Shane Miguel. Again he's proving that he's one of the most promising star of Malayalam film industry or Indian film industry. Give a huge round of applause to Shane Miguel. Not only an actor, entrepreneur, fashion designer, model, anchor, എനിക്കറിയില്ല എവിടെയൊക്കെയാണ് നമ്മൾ ഒരാളെ പ്ലേസ് ചെയ്യുന്നത്. So happy to welcome the ever inspiring Poornima Indrajit. ബൾട്ടി മൂവിയുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു, ആഫ്റ്റർ 15-16 years മലയാളത്തില് ഒരു വലിയ ടാലന്റഡ് ആക്ടർ ഇസ് ബാക്ക് ടു ദിസ് മൂവി മലയാളം ഫിലിം ഇൻഡസ്ട്രി. ദാറ്റ് ഈസ് ശന്തനു. നല്ലൊരു നല്ല മൂവീസ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഞങ്ങളുടെ സ്വന്തം ഖത്തറിന്റെ സ്വന്തം സിനിമക്കാരെന്ന് തന്നെ പറയണം. ആൾ ആക്ട് ചെയ്യുന്ന സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ടെന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് അല്ലേ? കടുവ തൊട്ടിങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റാണ്. നമ്മുടെ സ്വന്തം ചന്ദ്രമോഹൻ ചേട്ടൻ ഖത്തറിലെ നമ്മുടെ സിനിമയായിട്ട് കണക്ട് ചെയ്ത് കുറേയധികം ആളുകളെ കാണുന്നുണ്ട്. അതില് എപ്പോഴും സിനിമയായിട്ട് കണക്ട് ആയിട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും കുറെ വർഷങ്ങളായിട്ട് നമുക്ക് കേൾക്കുന്ന പേര് തന്നെയാണ് സന്തോഷ് ജി കുരുവിള. നമ്മൾ കേട്ടിരിക്കുന്ന ഒരുപാട് ഒറ്റ മൂവി വേണ്ടി അദ്ദേഹത്തെ മായാനദി അങ്ങനെ എത്ര നല്ല മൂവീസ് ആണ് മലയാളത്തിൽ സമ്മാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ തന്നെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ബിനു ജോർജ് എല്ലാവരും ഒരു വലിയ സ്നേഹത്തോടുള്ള വെൽക്കം. ഇതൊരു ചെറിയ പ്രസ് കോൺഫറൻസ് ആണ്. First of all, hello. First of all, thank you Qatar, thank you Doha. Hello. First of all, thank you Qatar for this wonderful opportunity, wonderful welcome. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറയാൻ ഈ ഡിലേ വരാൻ കാരണം എയർപോർട്ടിൽ ചെറിയ ഇമിഗ്രേഷൻ ഇഷ്യൂസ് ഉണ്ടായിരുന്നത് കൊണ്ട് നമ്മൾ പുറത്തിറങ്ങാൻ ഒരു 1 hour ഓൾമോസ്റ്റ് നമ്മൾ ഡിലേ ആയി. ദാറ്റ് ഈസ് വൈ ഇത് മനഃപൂർവ്വം അല്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോളജീസ് ഓൺ അവർ ബിഹാഫ്. സെക്കൻഡ്, നമ്മളെല്ലാവരും ഇപ്പം ഇരുന്ന് തീരുമാനിച്ച ഫസ്റ്റ് ഒരു വലിയ താങ്ക് യു ഖത്തർ മലയാളികൾക്കാണ്. കാരണം ഇവിടുത്തെ കളക്ഷൻ വളരെ വളരെ നല്ലൊരു രീതിയിൽ പോകുന്ന ഒരു കളക്ഷൻ ആയിരുന്നു. ആൻഡ് യുവർ സപ്പോർട്ട് ഹാസ് വാട്ട് ഹാസ് മെയ്ഡ് ദിസ് മൂവി എ ബിഗ് സക്സസ്. അപ്പം GCCയില് ടോപ്പ് 2 വരുന്ന ഒരു രാജ്യത്തിന്റെ കളക്ഷൻ ഖത്തറാണ്. സോ എവ്രി വൺ താങ്ക് യു സോ മച്ച്. ഇത് ആദ്യം പറയണമെന്നുണ്ടായിരുന്നു. സാധാരണക്കാരായ ആളുകൾക്ക് പരിചിതമാണ്. ആ ഒരു പേര് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ പേരിന്റെ വിഷയം ആണോ? ഓക്കെ ആണോ? ചോദിച്ചില്ലേ? അത് തന്നെയാണ് റീസൺ. ഇതിനൊരു വെറൈറ്റി ഉണ്ട് in terms of the name. Second, ഈ ബൾട്ടി എന്ന വേർഡിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഫ്ലിപ്പ് അടിക്കുക അല്ലെങ്കിൽ സോമർസോട്ട് ചെയ്യുക. ഈ സിനിമയിൽ ചില കഥാപാത്രങ്ങൾ ഫ്ലിപ്പ് ആവുന്നു. സോ ഇറ്റ്സ് എ dual meaning which has come into the name ബൾട്ടി. Right?
പത്രക്കാരെ സംബന്ധിച്ച ആളുകളൊന്നും ഈ വിഷയത്തിൽ ആ സംഭവം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് Any questions? സന്തോഷയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലായിരുന്നു പോസ്റ്ററുകൾ കയറിക്കളയുന്നതിനെ കുറിച്ചിട്ട്. അവ പുതിയ മൂവികളുടെ ആർട്ടിക്സിന് ശേഷം ഏറ്റവും പുതിയ മൂവി എന്തോ അഥവാ ശരിക്കും ഒരു സ്റ്റാർട്ടപ്പിന് ശരിയുണ്ട്, അല്ലെങ്കിൽ നമുക്കാർക്കും സംശയമുണ്ട്. അങ്ങനെ കീറിക്കളഞ്ഞാലോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്താലോ പോകുന്ന സ്റ്റാർഡോ അല്ലല്ലോ. അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനുള്ള ഒരു കാരണം എന്തായാലും എനിക്ക് ഒരു ചെറിയ കാര്യം കൂടെ ആഡ് ചെയ്യുന്നത്, നേരത്തെ കൂവിത്തോൽപ്പിക്കുന്ന രീതി മലയാളത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ കൂവിത്തോൽപ്പിച്ച നടനെന്ന് മലയാളത്തിൽ ഏറ്റവും മുൻനിരയിൽ ഒരു കസേര എത്തിയിരിക്കുന്നത് അച്ഛനെ നമുക്കറിയാം. അങ്ങനെ ഇപ്പോഴൊക്കെ നമുക്ക് അതിനെ കീറിക്കളഞ്ഞ് നമുക്ക് ഒരാളെ ഇല്ലാതാക്കാൻ പറ്റും. ഒരു സിനിമ വിജയിക്കണമെങ്കിൽ പോസ്റ്റർ അത്യാവശ്യമല്ലെന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കാരണം എൻ്റെ ഇതിനു മുമ്പുള്ള പല സിനിമകളും മഹേഷിന്റെ പ്രതികാരമായാലും ആൻഡ്രോയിനായാലും എല്ലാത്ത കേസുകളും ആയാലും മായാനദിയായാലും ഇതൊന്നും പോസ്റ്റർ ഒട്ടിച്ച് പേരുണ്ടാക്കി വിജയിച്ചായിരുന്നു. പക്ഷെ ഇന്ന് വരെ ഞാനെടുത്ത സിനിമകൾ ഓരോന്നെടുത്ത് നോക്കിയാൽ ഇപ്പം ഒന്നാമത്തെ വരയ്ക്കാൻ ഡാ തെളിയായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമ. ആ സിനിമ ഇറങ്ങിയ ദിവസം മമ്മൂക്കാടെ പടമുണ്ട്, ലാലേട്ടന്റെ പടമുണ്ട്, പൃഥ്വിരാജിന്റെ പടമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗാങ്സ്റ്ററിന്റെ ഒപ്പത്തിന് ഉണ്ടായിരുന്നു 2 പടങ്ങൾ. അത് കഴിഞ്ഞ് മായാനദിയോടൊപ്പം ആട് 2 ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ കേസുകളിലൊപ്പം തല്ലുമാല ഉണ്ടായിരുന്നു. ആൻഡ്രോയിനൊപ്പം കെട്ടിയോളെന്ന് മാറ്റാൻ പറ്റുന്നത്. പക്ഷെ ആ കാലഘട്ടത്തിലൊന്നും എൻ്റെ ഒരു പോസ്റ്റർ ആരും കയറിയിട്ടില്ല. ഈ പ്രാവശ്യം ഇതിനകത്ത് പലർക്കും ഷെയ്ന്റെ മുഖം മാത്രമാണ് കയറിയിരിക്കുന്നത് ഫോട്ടോയ്ക്കൊപ്പം. ഞാൻ തിങ്കളാഴ്ച കേരള മുഖ്യമന്ത്രിക്ക് DGP പരാതി കൊടുക്കാൻ പോകും. പല ഫുട്ടേജുകൾ നമ്മൾ തപ്പി എടുത്തോണ്ടിരിക്കുകയാണ് ക്യാമറ. ഇത് ഷെയ്ന്റെ മുഖം മാത്രമാണ് കീറുന്നത്. അത് പലയിടത്ത് കണ്ടാൽ നമുക്ക് ഫീൽ ചെയ്തിട്ട് പലയിടത്ത് കാണുമ്പോൾ പോസ്റ്റർ കീറിക്കളയുന്നു. നമ്മുടെ പോസ്റ്ററിന്റെ മേളില് വേറെ പോസ്റ്ററുകൾ ഒട്ടിക്കുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും വന്നതുകൊണ്ടാണ് പ്രതികരിച്ചില്ലെങ്കിൽ നമുക്ക് കുഴപ്പം. നാളെ പ്രതികരിക്കാൻ പറ്റാത്ത ഒത്തിരി പ്രൊഡ്യൂസർമാർക്കുണ്ട്, അല്ലെങ്കിൽ പല നടന്മാരും ഇവർക്കൊന്നും പലപ്പോഴും പ്രതികരിക്കാൻ അറിയില്ല. ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടും. അതുകൊണ്ടാണ് പ്രതികരിച്ചത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്ര ഗംഭീരമായ മൂവി കണ്ടിട്ടില്ല, ആദ്യം ഞാൻ പറയും. എന്നാൽ ഈ ഗംഭീരമായ റിപ്പോർട്ടുകളാണ്. നല്ല ഓക്കെ, ഏതായാലും അതിൽ ഒരു പുതിയൊരു മൂവി, നല്ല മൂവി മലയാളത്തിൽ തന്നതിന് നന്ദി. എല്ലാവരോടുള്ള നന്ദിയാണ്. അല്ലെങ്കിൽ ഹീറോ എന്നുള്ളതൊക്കെ എനിക്ക് പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു അനുബന്ധമാണ്. അഥവാ ഷൈനിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റുള്ള ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ കേരളത്തിലുണ്ട്, മലയാളത്തിലുണ്ട്. പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഒതുങ്ങി കെട്ടിയ അഭിപ്രായം പറയുന്നതാണ് സ്വാഭാവികം, നമുക്കറിയാവുന്ന. ഷെയ്ൻ കുറെ കൂടി ജൈവികമായ കാര്യങ്ങൾ നേരിടുന്ന, സ്പോണ്ടാനിയസ് ആയ, നിങ്ങളുടെ മനസ്സിലുള്ള തുറന്നു പറയുന്നതാണ്. അത് ഈവൻ ഇത് ഏതെങ്കിലും തരത്തിലുള്ള മതപരമോ അല്ല അത്തരം കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഗസയിലെ കുട്ടികൾ വയ്ക്കും, അതൊരു മനുഷ്യൻ എന്നുള്ളതിൽ നമുക്കൊക്കെ വേദന ഉണ്ടാക്കാൻ മനസ്സിലാക്കും. അതിലൊക്കെ ഷൈൻ്റെ സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉറക്കെ പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇങ്ങനെയുള്ള കീറലുകളും ഇതൊക്കെ ചോദ്യം. എനിക്കറിയില്ല. സിനിമകളാണ് 25 സിനിമകളാണ് പ്രത്യേകിച്ച് താങ്കൾ മലയാള സിനിമയിൽ ഒരു അംഗീകരിക്കപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നുള്ള ഒറ്റപ്പെടുത്തലുകൾ ബുദ്ധിപൂർവ്വം താങ്കൾ ഓരോ ചോദ്യങ്ങൾക്കും ബുദ്ധിപൂർവ്വമാണ് അങ്ങനെ തോന്നുന്നില്ല. അത് മൺഡേ അറിയാൻ പറ്റുമല്ലേ സാർ? തിങ്കളാഴ്ച അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളൊരു പ്രസ് മീറ്റ് കൊടുക്കും. ഇതെന്താണെന്ന് അറിയുന്നത് അത് എല്ലാവരും അറിയിക്കും. അതാണ് എനിക്ക് അറിഞ്ഞത്.
ഞാൻ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ, ബോധപൂർവം തന്നെയാണ്. കാരണം എന്റെ 12 സിനിമ ഇറങ്ങിയിട്ട് ഒന്നിന്റെ കിട്ടിയില്ല. അതിനെനിക്ക് എതിരായിട്ട് എല്ലാ സിനിമകളുണ്ടായിരുന്നു. തല്ലുമാല എന്നത്തെ കേസ് വിളിച്ചതൊക്കെ പറഞ്ഞു. എന്നാലും ഒന്നും എന്റെ സിനിമയുടെ പോസ്റ്റ് ഒന്നും ആയാലും കീറി ഞാൻ കണ്ടിട്ടില്ല. ഇത് ബോധപൂർവം അല്ലെങ്കിൽ എങ്ങനെയാണ് ഷെയിന്റെ മുഖം മാത്രം ഒരു 10-50 പോസ്റ്റർ പലയിടത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് തൃപ്പൂണിത്തുറയിലുണ്ട്, തിരുവല്ലയിലുണ്ട്, പരുമലയിലുണ്ട്, പന്തളത്തുണ്ട്, പലയിടത്തുണ്ട്. ആരും ഇതിന്റെ പുറകിൽ ഇല്ലെങ്കിൽ ഒരിടത്താണെങ്കിൽ മനസ്സിലാക്കും ഇത് പലയിടത്തുണ്ട്. തീർച്ചയായിട്ടും ഇത് ബോധപൂർവമാണ്. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഷെയിന് വേണ്ടിയല്ല ഫൈറ്റ് ചെയ്യുന്നത്. ഇത് ഫൈറ്റ് ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രി നന്നായിട്ട് പോകാൻ വേണ്ടിയാണ്. അതിന് ഏതൊക്കെ വരും. നിങ്ങളെ സിനിമയിലേക്ക് ഇവിടെ മായാജാലക്കാരി എന്ന പാട്ടിപ്പോൾ ഭയങ്കര ഹിറ്റാണ്. അപ്പം അതിനൊരു എന്താ പറയുക, സായി പോലെയുള്ള സംഗീത സംവിധാനം അക്കഥ ഞാൻ നേരത്തെ ഇവരായിട്ടുള്ള ഇന്റർവ്യൂ അതൊന്നും പറയാൻ പറ്റും. പിന്നെ അവരെ സായി ഭയങ്കര പറഞ്ഞു അതെങ്ങനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് വിഷയങ്ങൾ പറയാൻ പറ്റും. ഞാൻ ഇവരായിരുന്നു സംസാരം. സായിയുടെ അറിയാലോ ഫസ്റ്റ് പടം, ഇറസ്പെക്റ്റീവ് ഓഫ് എനി ലാംഗ്വേജ്, ഫസ്റ്റ് പടം. ഈ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഇതിന്റെ ഒരു ടെറൈൻ, ഒരു തമിഴ്നാട് കേരള ബോർഡർ ടെറൈൻ ആകുമ്പോൾ നമുക്കൊരു ഒരു ഫ്ലേവർ ആ സൈഡ്. സിനിമ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പറഞ്ഞ കണക്ട് ആവുമെന്ന് അറിയില്ല, സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതിനൊരു തമിഴ് ബോർഡർ, എന്നാലും പ്യോർ തമിഴാണോ അല്ല, പക്ഷെ ആ ഒരു ബോർഡർ ഫ്ലേവർ തരാൻ നമുക്കൊരു ദാറ്റ് ഇസ് വാട്ട് വി വർ ലുക്കിംഗ് ഫോർ. പെട്ടെന്ന് സായി അഭ്യങ്കറിന്റെ നമ്മൾ 3-4 വീഡിയോസ് കേൾക്കുകയും ചെയ്തപ്പോൾ വി വാണ്ട് എ ഫ്രഷ്. അങ്ങനെ ഈ സിനിമ നിങ്ങൾ കാണാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിനൊരു എനർജി ഉണ്ട്, ഒരു യങ് എനർജി ഉണ്ട്. സോ വി വാണ്ടഡ് ദാറ്റ് എനർജി ടു ബി ആൻഡ് സംതിങ് ഫ്രഷ്. അങ്ങനെയാണ് സായിയുടെ അടുത്ത് അപ്രോച്ച് ചെയ്യുന്നത്. ചെയ്യോ ഇല്ലേന്ന് പോലും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് കേട്ട് അപ്പം തന്നെ പുള്ളി യെസ് പറയുന്നായിരുന്നു. ഞാൻ പുള്ളി തിങ്ക് മ്യൂസിക് ആയിട്ടാണ് ടൈം. അവർ അടുത്ത ദിവസം തന്നെ അവരും സ്ക്രിപ്റ്റ് കേട്ടു. ദേ ഓൾസോ ലവ് ദ സ്ക്രിപ്റ്റ് ആൻഡ് ദാറ്റ്സ് ഹൗ വി ഡിസൈഡഡ്. ആൻഡ് താങ്ക് ഗോഡ് നമ്മൾ അന്ന് ജൂലൈ ലാസ്റ്റ് ഇയർ ഓഗസ്റ്റ് വി സൈൻഡ്. അത് കഴിഞ്ഞ് പുള്ളി ഒരു 12 പടം സൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സായിന്റെ സിനിമ മലയാള സിനിമയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ വെരി വെരി ഡിഫിക്കൽട്ട്. സോ വി വർ വെരി ലക്കി. കാരണം പുള്ളിയുടെ ആദ്യത്തെ പടമായതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തു. ഒരു 25 ദിവസം കബഡി ട്രെയിനിങ്ങും 15 ദിവസം പാർക്കോർ സ്റ്റാൻഡ് ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. ഷൂട്ടോടെ ഞങ്ങൾ 4 പേരും, ബാക്കി മെയിനായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, റിയൽ കബഡി പ്ലേയേഴ്സ് ഒക്കെ. രമേശ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് കബഡി കോച്ചായിരുന്നു ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. മേളത്തിലൂടെ ഈ പുകവലി ഹാനികരം എന്നുള്ളത് ഇത് നമ്മളൊരു ആളുകളാണ് സ്ത്രീയിലേക്ക് മാറി മേജർ സ്ത്രീയുടെ അങ്ങനെ സംഭവം. അതുകൊണ്ട് ആളുകൾ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എന്ന് പറയാം. ചോദ്യത്തിന്റെ അവസാന ഭാഗം എന്തായിരുന്നു? സ്ത്രീകളിലേക്ക് മാറുമ്പോഴേ നിങ്ങളുടെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണോ സ്ത്രീ ശബ്ദമായിലേക്ക് വന്നത്? അതെ, അല്ല, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമയിൽ ഉപയോഗിക്കുന്ന മെയിൻ കഥാപാത്രങ്ങളിൽ ആരാണോ പൊതുവെ മദ്യം ഉപയോഗിക്കുന്നത് അവരുടെ വോയിസ് ആണ് നമ്മൾ പൊതുവെ സെൻസറിൽ ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും അതൊരു സ്റ്റേറ്റ്മെന്റ് വാണിംഗ് അല്ലേ. അപ്പം ആ സിനിമയിൽ എൻ്റെ ഷോട്ട്സിലെല്ലാത്തിലും തന്നെ സ്മോക്കിംഗ് ഉണ്ട്. അപ്പം അത് നിർബന്ധമായി എനിക്ക് തോന്നി അത് ഞാൻ തന്നെ അറിയണം എന്നൊരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. പ്രധാനപ്പെട്ട സിനിമകളുടെ എല്ലാ അതുപോലെ പ്രൊമോഷൻ ഷോകൾ റീജിയൻസിൽ പ്രത്യേകിച്ച് വെക്കാറുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രേക്ഷകരും ഗൾഫിലുള്ള പ്രേക്ഷകരും ഇതിനോട് വ്യത്യാസങ്ങളുണ്ട്. കൂടുതൽ സ്വീകാര്യത എനിക്ക് തോന്നുന്നു ഗൾഫിലുള്ള പ്രേക്ഷകരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മളെ അവർ സ്വീകരിക്കുന്നത് നാട്ടിൽ നിന്ന് വരുന്നു എന്നുള്ള ഒരു വലിയ സ്നേഹമുണ്ട്. ഇപ്പൊ നമ്മൾ ഗൾഫിൽ വിദേശത്ത് താമസിക്കുന്ന ആരെങ്കിലും വീട്ടിലേക്ക് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നതല്ലല്ലോ. അപ്പൊ ആ വരുന്ന ആ സമയത്ത് നിങ്ങൾക്ക് കുടുംബസമേതം നിങ്ങൾ വന്ന് സ്നേഹം കാണിക്കുന്ന സ്വീകാര്യത
തീർച്ചയായിട്ടും നാട്ടിലുണ്ടാവില്ല. കാരണം നാട്ടിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു പടം ഇറങ്ങുന്നുണ്ട്. ഈ ഇറങ്ങുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലെ പടങ്ങൾ വിദേശത്ത് എപ്പോഴും ഇതുപോലെ പ്രൊമോഷൻ ചെയ്യാറില്ല. വളരെ ചുരുക്കമായിട്ട് പടങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളെ കാണാൻ വരുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്നേഹം അറിയിക്കുകയും അവർ സപ്പോർട്ട് കാണിക്കുകയും ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ നിങ്ങൾ പാഴാക്കാറില്ല. ആ ഒരു വ്യത്യാസം എപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രവാസി മലയാളിക്ക് ഇമ്മീഡിയറ്റ് കണക്ട് കിട്ടുന്ന ഒരു അവസരം കൂടിയാണല്ലോ. അവർക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയും. കാരണം എവിടെയൊക്കെയോ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വിട്ടു നിൽക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഈ നിമിഷത്തിൽ അവർക്ക് ആ സെൻസ് ഓഫ് ബിലോങ്ങിങ് കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് അല്ലേ, അതിലേക്ക് ഒരു ചായ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ അതാണ് ഓവർവെൽമിംഗ് റെസ്പോൺസും സ്നേഹമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്നും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇതിപ്പം സിനിമ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ 2ാമത്തെ പ്രാവശ്യം വരുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഖത്തറിൽ തന്നെ വൈറസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നത്. 2ാമത്തെ പ്രാവശ്യം വീണ്ടും സന്തോഷത്തിന്റെ പടത്തിന് വേണ്ടിയിട്ട് തന്നെ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. താങ്ക് യു. അറിയാം ഇവര് ചോദിച്ച പോലത്തെ ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല, ക്വസ്റ്റ്യനേ അല്ല. ഞാൻ അന്റെയും പ്ലസ് കണ്ടപ്പോൾ അന്ന് മുതലേ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു ഇവൻ സൂപ്പർ സ്റ്റാർ ആവുന്നുള്ളത്. മഞ്ജു പറഞ്ഞ പോലെ എങ്ങനെ ഈ മൾട്ടി ടാലന്റ് എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്? അത് എൻ്റെ ഒരു എനർജിയുടെ ഭാഗമായിരിക്കാം. ഇതിപ്പം എപ്പോഴും അത് ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആയി സന്തോഷമായി എനർജറ്റിക്കായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെപ്പോഴും അതുപോലെ ആവണമെന്നില്ലല്ലോ. മനസ്സിൽ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ത്രൈവ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ഫീൽഡിലാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും എനിക്ക് സിനിമ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എൻ്റെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു എനർജീനെ എങ്ങനെ ഞാൻ കൂടുതൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്ന ചിന്തയിലാണ് വീണ്ടും ബിസിനസ് തുടങ്ങുകയും ക്രിയേറ്റീവ് മേഖലയിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോൾ പേഴ്സണലി എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് ബീയിങ് ഇൻ എ ക്രിയേറ്റീവ് സ്പേസ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം എങ്ങനെയെങ്കിലും സമയം കണ്ട് അതിലേക്ക് കൂടുതൽ സമയം ചെലവഴിച്ച് അതിൽ ബെറ്റർ ആക്കാൻ നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ നിങ്ങളെ പോലെയുള്ളവർ അഭിപ്രായം പറയുമ്പോഴാണ് ഒരു സന്തോഷം. എവിടെയെങ്കിലും ഒക്കെ നമ്മൾ എത്തി എന്നൊരു വലിയ സന്തോഷം. ആക്റ്റീവ് 2 കാര്യങ്ങളാണ്. ആക്റ്റീവ് ഇസ് വെരി കറക്റ്റ്. പക്ഷെ നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഇഷ്ടമാണ്. നമ്മൾ എത്രയോ പേരുണ്ട് ഇഷ്ടമില്ലാത്ത ജോലി സ്റ്റക്കായിരിക്കുന്നത്. ആക്ച്വലി വെരി ആക്റ്റീവ്. അവർക്ക് ആ ഒരു ആക്റ്റീവ്നെസ് അവരുടെ ശരീരത്തിലോ അവരുടെ എനർജിയിലോ അവരുടെ ജീവിതത്തിലോ പ്രതിഫലിക്കാത്തത് ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ അതെല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. പക്ഷെ ആ ചെറിയതാണെങ്കിൽ പോലും നമുക്ക് എപ്പോഴും സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റിയാൽ അത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കാര്യമായിട്ട് അത് റിഫ്ലക്ഷൻ ഉണ്ടാകും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച്. Thank you so much. Hello, hi, I'm Sudhakar. I'm from Coimbatore. As Mr. Sar told, we are also border of Kerala. So, I'm very big fan of you and your dance. Your acting is anti-polyated. Recently, like for Malayalam films, we are very, very big fan of all of your Malayalam films. Actually, you guys are really good. Thank you for that. And now, I love you. ரொம்ப ஹாப்பி தான். ஆனால் இந்த ஸ்கூல்னா எப்படி இருக்கேன் இந்த நம்ம தமிழில் நம்ம நிறைய பண்ணுறோம். பட் நீங்களும் காலேஜஸ் டேவும் படிக்கிறீங்க. அது எனக்கு ரொம்ப ரொம்ப 2 பேரும் லவ்லி. உங்களோட வெளியே எனக்கு ரொம்ப பிடிச்சது ரொம்ப பிடிக்கும். பிகாஸ் ஆஃப் ஆக்டிங் அண்ட் இந்த ஸ்கூல் நம்மளோட எக்ஸ்பீரியன்ஸ் எப்படி இருந்துச்சு. நம்ம மல்டி சொன்னப்போ எனக்கு ஈஸியாக புரிஞ்சிச்சு. Because we used to do that. Please, thank you. First of all, everyone, namaskar. My name is Shantanu Bhagiraj. And Vinu sir, sorry, நான் personal ஒரு sorry சொல்றேன். Because இந்த லேட் ஆனது காரணம் நான் தான் வந்து ஐ திங்க் ஜிசிசி கண்ட்ரி ஏர்போர்ட் ஆஃபீஷியல்ஸ்லாம் வந்து எனக்கு ரொம்ப பிடிச்சிருக்கு. கூடுதலாக வந்து நம்ம எக்ஸ்ட்ரா டைம் ஏர்போர்ட் பிடிக்காது. பட் எஸ் ஃபர்ஸ்ட் ஆஃப் ஆல் ரொம்ப சந்தோஷம்
to be here in Qatar. Balti and the Renamata cinema back in 2008 Angel Jump Chair in Laletan. Even though Balti is my second film, it is a promotional tour. So thanks to Balti team, I'm able to come and meet all the all the audience and the press in the Gulf countries. So, you get a as Tamil audience, Malayalam cinema மேல ஒரு பெரிய ரெஸ்பெக்ட் இருக்கு. பிகாஸ் இது தமிழ் சினிமாவுமே நம்ம தப்பு சொல்ல முடியாது. தமிழ் சினிமா வந்து மார்க்கெட் பிசினஸ் அப்படின்னு ஒரு அது ஒரு விஷயத்துல ஓடிட்டு இருக்கு. ஸோ ப்ரொடியூசர்ஸ், டைரக்டர்ஸ், ஆக்டர்ஸ் அவங்களும் வேற வழி இல்லாம அதை பின்னாடி ஓட வேண்டிய ஒரு சூழ்நிலை இருக்கு. பட் மலையாளம் சினிமா லெட் பி த ப்ரொடியூசர்ஸ் ஆர் இங்க ரைட்டிங்க்கு ரொம்ப இம்பார்ட்டன்ஸ் கொடுக்குறாங்க. கண்டென்ட் இஸ் த ஃபர்ஸ்ட் ப்ரையாரிட்டி ஓவர் ஹியர். அண்ட் நீங்க பெரிய பெரிய சூப்பர் ஸ்டார்ஸ் எடுத்துக்கோங்க மலையாளத்துல. I feel யாருமே வந்து no one does a film for their superstar status. They only do films for the passion of cinema. So அது வந்து as தமிழ் ஆடியன்ஸ் நம்மளுக்கு ஒரு பெரிய ரெஸ்பெக்ட் இருக்கு மலையாள சினிமாவில். ஸோ எனக்கு வந்து ஆஃப்டர் ஏஞ்சல் ஜான் ரொம்ப வருஷமா I have been wanting to do Malayalam films. But almost 15 years ஆயிடுச்சு. எனக்கு வந்து ஏன் அவ்வளோ கேப் ஆச்சுன்னு தெரியல. But I am very happy that பல்கியில் எனக்கு வந்து ஒரு சான்ஸ் கிடைச்சது thanks to my producers and my director. அதனால எனக்கு மலையாளத்தில் எனக்கு ஒரு திருப்பி ஒரு ரீலான்ச் கிடைச்சது. And இப்படி ஒரு ரீலான்ச் கிடைக்கும் நான் எதிர்பார்க்கவே இல்லை. ஐ எம் ட்ரூலி வெரி ஹாப்பி வித் பிகாஸ் ஆஃப்டர் 15 இயர்ஸ் எல்லாருமே நான் மறந்துருப்பாங்கன்னு நினச்சேன். ഞാൻ കുറേ കോളേജസ് പോയി ഞാൻ കുറേ തിയേറ്റേഴ്സ് ചെയ്തു. എല്ലാ இடத்துலையும் என்னை யாரும் ஷாந்தம்னு சொல்லாமல் ആ സിനിമ കഴിഞ്ഞ് പിന്നെ അവിടെ நாங்கள் போனப்போ வந்து எல்லாரும் என்ன குமார்னு விളിച്ചു. So I was so happy that they accepted me as an actor and they accepted my character over there. So அதனால this is truly a very special film for me birthday. Thank you. സിനിമ കണ്ടു. സിനിമ വളരെ ഇന്നലെയാണ് കണ്ടത്. എനിക്ക് ചോദിക്കാനുള്ളത് നല്ലൊരു കഥ പറഞ്ഞ അവസാനം നമുക്കൊരു വളരെ പ്രതീക്ഷയോടെ നിർത്തുകയാണ് രണ്ടാം ഭാഗം ഉണ്ടാകും. അപ്പൊ ഞാൻ കണ്ടിട്ട് രണ്ടാം ഭാഗം എന്തായാലും ഉണ്ടാവും. എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ രണ്ടാം ഭാഗം ഉണ്ടാവും. ഇപ്പം ഇദ്ദേഹത്തിന് തിരക്കാണെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെയാണെങ്കിൽ വളരെ അടുത്തുണ്ടാവും അതോ രണ്ടാം ഭാഗം വരണമെന്നാണ് എന്റെ ആഗ്രഹം. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഹാർഡ് വർക്കാണ് ബൾട്ടി 1. അതൊന്ന് ആസ്വദിച്ചോട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബൾട്ടി 2 പറയാം. Any more questions? Any more questions? ഓരോ വേഷങ്ങളും സ്വീകരിച്ച വേഷങ്ങളാണ്. ഇപ്പം ബൾട്ടി അടക്കം ഈ ഓരോ ക്യാരക്ടറും ഓരോ വേഷങ്ങളും തിരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയാണ്? സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ്. ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്തായിരിക്കും ഓരോരുത്തർ വരിക, അല്ലെങ്കിൽ മദറിനെ കോൺടാക്ട് ചെയ്യും. അതിൻ്റെ സമയം കേൾക്കാനുള്ള ടൈം അത് വന്നു കഴിഞ്ഞ് ഞാൻ കഥ കേൾക്കും. കേട്ടിട്ട് ഇഷ്ടപ്പെടുന്ന കഥ ചെയ്യുന്നു എന്നുള്ളതാണ്. അതിൽ കഥയും കഥാപാത്രവും അതേപോലെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ സിനിമ തിരഞ്ഞെടുക്കുന്നു. അതോടൊപ്പം ഇന്നിപ്പോൾ പ്രൊഡക്ഷനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ. ഇതുവരെ പല കാര്യങ്ങളും എനിക്ക് പുറത്തൊന്നും പറയാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ഇന്ന് സന്തോഷേട്ടൻ ആ ഒരു പോസ്റ്റിലൂടെ പറഞ്ഞറിയിച്ചതിന് വലിയൊരു നന്ദി ഈ ഒരു വേദിയിൽ ഞാൻ പറയുക. സന്തോഷം ആ ഒരു ധൈര്യം കാണിച്ചതിന് ആഡ് ചെയ്യാം. ലൈഫിലൂടെ പാവാണ്. അല്ല, ഞാൻ ലൈഫില് എല്ലാം മനുഷ്യനാണ്. സിനിമ കണ്ട് എത്ര പേരുണ്ട്? പക്ഷെ ചോദ്യം ഇവിടുന്ന് കോപ്പി അടിച്ച് ഇവിടുത്തെ ചില പരിമിതികൾ ചന്ദ്രചേട്ടന് കിട്ടിയ സിനിമയ്ക്ക് അകത്തുള്ള ക്വസ്റ്റ്യൻ
കേട്ടോ. ചന്ദ്രൻ ചേട്ടന് എടുത്ത റോളും കുറച്ച് സീന് 2-3 സീനാണെങ്കിലും നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഇവിടെ കാണുന്ന ഒരാള് സ്ക്രീനിൽ കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. ഇവിടെ നമ്മൾ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുകയും ചെയ്തു. ഒരു കൾട്ട് സീൻ ഉണ്ട് അതില്. അതിന് സിനിമ കാണാത്തവർക്ക് പറയുന്നില്ല, കണ്ടിട്ട് കാണാത്തവർ കാണിക്കും. അതെ, കാണട്ടെ. എനിക്ക് പൂർണ്ണമായും ചോദിക്കാനുള്ളത് എന്താണ് ഈ ഒരു യുവത്വത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ബ്യൂട്ടി സീക്രട്ട് എന്താ പറയുക, ബ്യൂട്ടി ഈസ് ഇൻ ദി ഐ ഓഫ് ദ ബിഹോൾഡർ എന്ന് പറയും. കാണുന്നത് അതിനാണ് സൗന്ദര്യം. ഞാനത് വിശ്വസിക്കുന്നതാണ്. അപ്പൊ ഐ തിങ്ക് യു ആർ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് ചേർന്ന് വയ്ക്കുന്ന ഉത്തരം തന്നെയാണ്. ഒന്ന്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തുണ്ടാകുന്ന സന്തോഷം കാരണം നമ്മുടെ ഉള്ളിൽ യൗവനം നിലനിർത്താൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് നമ്മൾ സ്ത്രീകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ എത്ര ശ്രമിച്ചാലും അത് ചെയ്യാൻ പറ്റാറില്ല. അതാണ് സത്യം. അതിലേക്ക് കൂടുതൽ ടൈം ചെലവഴിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യമുണ്ട്. പിന്നെ രണ്ടാമതായി എൻ്റെ തൊഴിൽ ഇതാണ്. അപ്പൊ ഇതെനിക്കൊരു ആവശ്യവും കൂടിയാണ്. കാരണം ഞാൻ ഇന്ന് ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമ്പോൾ ആ കഥാപാത്രം എന്നാൽ കഴിഞ്ഞ രീതിയിൽ ഏറ്റവും നന്നായി ചെയ്യണം എന്നതാണല്ലോ എൻ്റെ കർത്തവ്യം. അപ്പൊ അതിലേക്ക് എന്നെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തേ പറ്റുള്ളൂ. തൊഴിലിൻ്റെ ഭാഗമായിട്ടും രണ്ടും കൂടെ ചേർന്ന് വരുന്നത് കൊണ്ടാകാം. പ്രൈമറിലി നിങ്ങൾ എല്ലാവരുടെയും സ്നേഹവും തന്നെയാണ് എനിക്ക് ഇപ്പോഴും എന്നിൽ എന്തെങ്കിലും നിങ്ങൾ ചെറുപ്പമാണ് അല്ലെങ്കിൽ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഇഷ്ടം നിങ്ങൾക്ക് എന്നോട് തോന്നുന്നു ഇഷ്ടമല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്നും എനിക്ക് കാണുന്ന റിഫ്ലക്ഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. വളരെ പരിണിതപ്രജ്ഞമാണ്. സിനിമ വർഷങ്ങളായിട്ടുള്ള നന്നായിട്ടൊക്കെ എല്ലാവരും ഇത് ചെയ്തു. ഇത്തരമുള്ള പ്രവാസികളുടെ ഭാഗങ്ങൾ മലയാള സിനിമയിൽ പ്രത്യേകിച്ച് പുതുമുഖ നടന്മാരെ ഒപ്പം നടിമാരെ എങ്ങനെ പ്രയോജനപ്പെടുത്തും? മലയാള സിനിമയ്ക്ക് എങ്ങനെ പ്രവാസ ലോകത്തുനിന്ന് ഇവരുടെയൊക്കെ സംഭാവനകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്. പണ്ടുള്ള 10 വർഷം മുന്നേ ഉള്ളത് പോലെ അല്ലല്ലോ. 10 വർഷം ഇത് നമുക്കൊരു വലിയ സ്വപ്നമായിട്ട് നടക്കാതെ സ്വപ്നമായിട്ട് തോന്നിയിരിക്കാം. ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ സാഹചര്യം അതാണ്. അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് സിനിമയിലും എല്ലായിടത്തും എല്ലാം തന്നെ. പിന്നെ പ്രൈമറി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്നുള്ളത് പ്രവാസിയാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമതാണ്. സിനിമയുള്ള സ്നേഹമാണ് പ്രധാനം. ആ സിനിമയിൽ സ്നേഹം ആത്മാർത്ഥമായിട്ടുണ്ട്. അതിലേക്ക് വന്നു ചേരണമെന്ന് ശ്രമം ഉണ്ടെങ്കിൽ അത് വന്ന് ചേർന്നിരിക്കും. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യം. നമുക്ക് എന്ത് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതിലേക്ക് നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവിടെ വന്ന് എത്തിച്ചേരും എന്നത് തന്നെയാണ്. അപ്പൊ ആ ശ്രമം തീർച്ചയായിട്ടും പ്രവാസികളുടെ ഭാഗത്തുനിന്നില്ലാതെ ആ സിനിമയോടുള്ള സ്നേഹം അല്ലെങ്കിൽ സിനിമയോടുള്ള ഭ്രമം അവരുടെ ഭാഗത്തുനിന്നില്ലാതെ ഒരിക്കലും അവർ വന്ന് ചേരില്ലല്ലോ. പക്ഷെ അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ല സമയം ഇത് തന്നെയാണ്. കാരണം ആക്സസിബിലിറ്റി ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ്, അക്സെപ്റ്റൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോഴാണ്. കാരണം സിനിമയിൽ എല്ലാ ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് എത്രയോ പുതുമുഖ സംവിധായകരും പുതുമുഖ കലാകാരന്മാരും നമ്മൾ ഒരു സിനിമ കൊണ്ട് തന്നെ 2 ലൈൻ നീട്ടി സ്വീകരിച്ചിട്ടില്ല. അവർ പ്രധാന കഥാപാത്രം ചെയ്യണമെന്നില്ല. ഒരു സീൻ, ഒരു റോൾ, ഒരു മൊമെന്റ് മതി. പക്ഷെ പ്രേക്ഷകർക്ക് അവർക്ക് സ്വീകരിക്കാൻ അവരുടെ പെർഫോമൻസും പ്രസൻസും ആണ് പ്രൈമറി അല്ലെ. സോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇത് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് സിനിമ കടന്ന് റിപ്പോർട്ടടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കൂടുതൽ കലാകാരന്മാർ സിനിമയിൽ വരണം. അവർക്ക് അവർ ആഗ്രഹിക്കുന്നതിലും മേലെ ഉയർച്ചയുണ്ടാവണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയാൻ വിചാരിച്ചത്, ഞാൻ 2008 ഖത്തറിൽ വന്നതാണ് ബിസിനസ്സുമായിട്ട്. ഖത്തറിൽ വന്ന് 2012 എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഒരാൾ സിനിമയിലേക്ക് വരാൻ വേണ്ടി ക്ഷണിച്ചത്. ദുബായി വന്നിട്ട് പുള്ളിക്ക് നാട്ടോട്ട് പോകാൻ ഖത്തറിൽ വന്നു. അങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കാലുവെച്ചു.
അതുകൊണ്ട് ഖത്തർ ഇങ്ങനെ ഒരു പ്രൊമോഷൻ വന്നപ്പോൾ ഞാനിങ്ങനെ എവിടെയും ചിന്തിക്കുമല്ലോ, ഖത്തർ വന്നില്ലായിരുന്നെ ചിലപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ആകത്തില്ലായിരുന്നു. എന്തായാലും എല്ലാവരും വണ്ടി കാണണം, നിങ്ങളുടെ കൂട്ടുകാരോടെല്ലാം പറയണം. കേരളത്തിലൊക്കെ എല്ലാ തിയേറ്ററുകളും നിറഞ്ഞ് കവിഞ്ഞ് മൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും അതുപോലെ തന്നെ കാരണം എല്ലാവരുടെയും സഹകരണം വേണം. നന്ദി. താങ്ക് യു സന്തോഷ്, താങ്ക് യു പാർട്ടി ടീം. പിന്നെ പറഞ്ഞ പോലെ ഇവിടുത്തെ മൈൻഡ് സെറ്റും ഒത്തിരി മാറിയിട്ടുണ്ട്. എല്ലാവരും സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ്. എക്സ്പാട്രിയേറ്റ് ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ കാണാത്തവരും പോയി കാണുന്നതായിരിക്കും. വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഒരേ ഒരു വില്ലത്തിൽ മാത്രമാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്തായാലും സെക്കൻഡ് പാർട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഷെയ്ന് ഹാൻഡ് ഓവർ ചെയ്യണമെന്നുണ്ട്. ഷെയ്ന് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ So this is Anish Gift, Qatarle celebrated photographer and videographer. Check, this is special because 2018 ഇവിടെ നടന്ന യുവ അവാർഡിലാണ് അബിക ഫസ്റ്റ് ഗിഫ്റ്റ് മെമ്മന്റോ ഷെയ്ന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. ദാറ്റ് വാസ് എ സ്പെഷ്യൽ മൊമെന്റ്. അന്നത് ഷെയ്ൻ സ്റ്റേജിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.